നമസ്കാരം എല്ലാവർക്കും. ഓക്കെ, ഹാപ്പി വാലന്റൈൻസ് ഡേ എല്ലാവർക്കും. ഓക്കെ, വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ റീഡിംഗ് നമുക്ക് നോക്കാമെന്ന്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ പേഴ്സണിൻ്റെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. പേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഓക്കെ, വാലന്റൈൻസ് ഡേയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും എൻ്റെ അവരുടെ മനസ്സിലെന്താ അല്ലെങ്കിൽ ജസ്റ്റ് ഓവറോൾ എന്തൊക്കെയാണോ ഇൻഫർമേഷൻ യൂണിവേഴ്സ് തരാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, വാലന്റൈൻസ് ഡേ ജസ്റ്റ് റൊമാൻറ്റിക് റീഡിങ്. ഓക്കെ, നമുക്ക് നോക്കാം. ആക്ച്വലി ടാരോ കൂടി എടുക്കുന്നുണ്ട്. ആദ്യം നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ ഫീലിങ്സ് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്ക് കിടക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം എന്താണ് ചിന്തിക്കുന്നത്? ഓക്കെ, അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമോ, കോണ്ടാക്ട് വരുമോ എന്നുള്ളൊരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ആഡ് ചെയ്യാം. അവരെ മനസ്സിൽ ഇപ്പോൾ ഇന്നത്തെ ദിവസം എന്താണ് ഫീലിംഗ്? ലെറ്റ്സ് സീ. 9 of Swords ഉണ്ട്. ഓക്കെ, Queen of Cups. വാവ്. 6 of Pentacles. വാവ്, ബ്യൂട്ടിഫുൾ. ഓ മൈ ഗോഡ്. 2 of Cups. പറയാതിരിക്കാൻ വയ്യ. കോണ്ടാക്ട് ചെയ്യൊരു ലെറ്റ്സ് സീ കോണ്ടാക്ട്. ഐ തിങ്ക് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ആയിരിക്കാം ഇപ്പോൾ. എനിക്ക് ഈ ഫുൾ മൂണിൻ്റെ കുറച്ച് എനർജീസ് ഒക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് പേരെ. റിലേഷൻഷിപ്പിൽ ലേശം അകൽച്ചകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ട്, ഓർക്കായൊന്നുമില്ല. എനിക്ക് നിങ്ങളെ ഓർക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് ഒരുപാട് സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട്. ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. സോ നിങ്ങൾ ഒരുപാട് അവരെ കെയർ ചെയ്ത വ്യക്തിയായിരിക്കും. ഓക്കെ, ലേഡീസ് ആവണമെന്നില്ല. ഓക്കെ, നിങ്ങൾ ഈവൻ ജെൻസ് ആയാലും ഓക്കെ, നിങ്ങൾ കാണുന്നവർ ജെൻസ് ആണെങ്കിലും നിങ്ങളുടെ എനർജിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ അവർക്ക് ഒരുപാട് സ്നേഹം കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് അവർക്കും നിങ്ങളോട് ഇന്നത്തെ ദിവസം സ്നേഹം ഫീൽ ചെയ്യുന്നു എന്ന രീതിക്ക് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിലൊരു ചെറിയ സെപ്പറേഷൻ ഉണ്ടാവാം. ഓക്കെ, 9 of Swordsഉം 8 of Cupsഉം ഉണ്ട്. 8 of Cups വാക്കിംഗ് അവേ ആണ്. നിങ്ങൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടാവാം, ഒരു അകൽച്ച വന്നിട്ടുണ്ടാവാം. ടോട്ടൽ സെപ്പറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് വിട്ട് നിൽക്കുന്നുണ്ടാവും, മാറി നിൽക്കുന്നുണ്ടാവും. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല എന്ന രീതിക്കായിരിക്കാം അവർക്ക്. പക്ഷെ അതിൻ്റെ വിഷമമുണ്ട്. ഓക്കെ, അങ്ങനെ അവർ വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഷമം തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഓർക്കുന്നുണ്ട്, സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സിറ്റുവേഷൻ നിങ്ങൾ തമ്മിൽ ഓക്കെ ഈക്വൽ ആയിട്ട് നിങ്ങൾക്ക് തരണം, ഗിവ് ആൻഡ് ടേക്ക് വേണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇതുവരെ അവർ എഫേർട്ട് ഇടാത്തത് ഓക്കെ, അവർ നിങ്ങളുമായിട്ട് ഒന്നുകൂടി അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വന്ന് ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടണം, നിങ്ങളെ ബെറ്റർ ആക്കണം സിറ്റുവേഷൻ എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ ആലോചിക്കുന്നുണ്ട്. 7 of Wands ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ യെസ് വിട്ടുമാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ 2 of Cups എനർജിയാണ്. നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് ആണ്, സോൾമേറ്റ് കണക്ഷൻ ആണ്. ഇത് വളരെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ, സോൾമേറ്റ് കണക്ഷൻ. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം അവർക്ക് വളരെയധികം അവരുടെ മനസ്സിൽ നിന്നുണ്ട്. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, 3 വന്ന സ്ഥിതിക്ക് 2 സിറ്റുവേഷൻ എന്നും പറയാം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു എൻ്റെ മനസ്സിൽ. ഓക്കെ, യെസ്, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇന്ന് അല്ലെങ്കിൽ ഈ വരുന്ന ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ. ഓക്കെ, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഒരു ലേശം കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങളുടെ അടുത്തേക്ക് വരണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ അത് അവർ ഓവർകം ചെയ്യും. ഓക്കെ, ഓവർകം ചെയ്ത് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരും തീർച്ചയായിട്ടും. 9 of Wands ആണ്, Queen of Wands ആണ്. സോ നിങ്ങളെ അവർക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് കൂടി ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്ഷൻ ഉണ്ട് അവർക്ക്. ഓക്കെ, അതായത് ഇങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു പുൾ പോലെയാണെന്ന് പറയാം. ഓക്കെ, ആക്ഷൻ എടുക്കും നിങ്ങൾക്ക് വേണ്ടി. Ace of Swords എനർജിയാണ്. പക്ഷേ ഇതിൽ ഈ കാർഡിലെ റെപ്രസെൻറ്റേഷൻ നമ്മൾ ചില കാർഡ്സ് നമുക്ക് ഒരു പിക്ചറിനെ വെച്ചിട്ട് പറയുമ്പോൾ ഇവർ കുറച്ചിങ്ങനെ അനങ്ങാതിരിക്കുന്നുണ്ട്. ആളെവിടെ ഉണ്ട്, അവർക്ക് ആക്ഷൻ എടുക്കണം എന്നും ഉണ്ട്. പക്ഷെ ഇപ്പം തൽക്കാലം അവർ ഒരല്പം മെഡിറ്റേഷനിൽ ഇരിക്കുന്ന പോലെയാണ്. ഓക്കെ, ഒന്ന് ഹെർമിറ്റ് മോഡ് എന്ന് പറയാം. കുറച്ച് അവർ ചിന്തിക്കുന്ന ഒരു ലെവലിലേക്കാണ് ഇപ്പം ഇരിക്കുന്നത്. ആക്ഷനായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേഷൻ അറ്റ്ലീസ്റ്റ് കാണുന്നുണ്ട്. ഇവിടെ എനിക്ക് കമ്മ്യൂണിക്കേഷൻ വരുമെന്ന രീതിയിൽ അവർ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യും അവർ. പക്ഷെ അതിന് ഒരു സ്റ്റെപ്പ് എടുക്കാൻ ഓക്കെ ഒരല്പം അവർ ചിന്തിച്ചിട്ട് അവർ മെസ്സേജ് വരും എന്ന രീതിക്ക് പറയാം. പ്രിൻസസ് ഓഫ് കപ്സ് ആണ്. സോ നിങ്ങളോട് തീർച്ചയായിട്ടും അവർക്ക് സ്നേഹമുണ്ട്, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യും എന്ന രീതിക്ക് കാണുന്നുണ്ട്. നിങ്ങളെ കാണുന്നവർ എംപ്രസ് ആയിട്ടാണ്. എംപ്രസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വൈഫ് മെറ്റീരിയൽ എന്ന രീതിക്ക് പറയാം. ഓക്കെ, ഒരു വൈഫിനെ പോലെ, ഹസ്ബൻഡ് വൈഫ്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ലൈക്ക് മാരേജ് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അവർ. ഓക്കെ, അവരുടെ മനസ്സിൽ അങ്ങനെയാണ് അവർ കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ തീർച്ചയായിട്ടും എടുക്കും, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കും എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ സെപ്പറേഷൻ ആയിരിക്കാം. അതിപ്പോൾ നമ്മൾ റീസണിലേക്ക് നമുക്ക് ഇതിൽ നിന്നൊക്കെ നോക്കാം. ഓക്കെ, ബട്ട് നിങ്ങളുടെ അടുത്തേക്ക് ആക്ഷൻ എടുത്ത് വരും, മെസ്സേജ് വരും ഇന്ന്. അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് ക്ലെയിം ചെയ്താൽ
ഇന്ന് തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സ് വളരെയധികം പോസിറ്റീവ് ആക്കി വെക്കണം. ഓക്കെ, ഒരുപാട് പോസിറ്റീവ് ആക്കിയിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ ഓക്കെ ആ പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്ത് പോവുകയും ചെയ്യരുത്. ഓക്കെ, പേഴ്സൺ ഇങ്ങോട്ട് വരട്ടെ. അവർക്ക് ഉണ്ട് ഫീലിങ്സ്, തീർച്ചയായിട്ടും ഉണ്ട്. അവർക്ക് മനസ്സിൽ ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. അവർ ജെന്യുവൻ ആണ് ശരിക്കും. ഓക്കെ, ബട്ട് ചില സാഹചര്യങ്ങൾ കൊണ്ട്, സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളുടെ ഇടയിൽ വന്ന പ്രശ്നങ്ങളായിരിക്കാം. ഓക്കെ, നമുക്ക് ബാക്കി ഈ കാർഡ്സ് നോക്കാം. Spy. Okay. Let go. Liar. Earth signs. Okay. Fire sign ഉണ്ട്, earth sign ഉണ്ട്. Communicate. Yes. Intimacy. Communicate and intimacy ഉണ്ട് ഇവിടെ. ഓക്കെ, സോ യെസ്, നമ്മൾ ചോദിച്ച നമ്മുടെ ഈ ഒരു സമയത്ത് ഓക്കെ അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല, ഇപ്പോൾ സംസാരിക്കുന്നുണ്ടാവില്ല, പക്ഷെ അവർ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ഓക്കെ, അവർ ലൈക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മേലെയാണ് കണ്ണു മുഴുവൻ. ആൻഡ് ഇവിടെ എർത്ത് സൈൻ, ഫയർ സൈൻ വന്നിട്ടുണ്ട്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആവാം നിങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആവാം. ഏരീസ് ഏപ്രിൽ സമയത്താണ്, ലിയോ ജൂലൈ ഓഗസ്റ്റ് സമയത്താണ്, സാജിറ്റേറിയസ് എനിക്ക് ഉറപ്പില്ല. ടോറസ് മെയ് സമയത്താണ്, അല്ല ഏപ്രിൽ മെയ് ഒക്കെ ആയിട്ട് വരും. ഓക്കെ, ആൻഡ് വെർഗോവും ഐ തിങ്ക് എനിക്ക് കറക്റ്റ് അറിയില്ല. സജിറ്റേറിയസ്, വെർഗോ എനിക്കറിയില്ല. കാപ്രിക്കോൺ അറൗണ്ട് ജനുവരി ആണ്. ഓക്കെ, സോ ജനുവരി ഉണ്ട് ഇവിടെ, ഏപ്രിൽ മെയ് സമയങ്ങളുണ്ട്, ജൂലൈ ഡേറ്റ്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങളുടെ മന്ത്, അതായത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ജനിച്ച മാസം ഈ ഒരു മന്തിൽ പെടാം. ഓക്കെ, സോ ഇങ്ങനത്തെ ഈ സൈൻസ് ഉണ്ടോയെന്ന് നിങ്ങളൊന്ന് നോക്കുക. പക്ഷേ എർത്ത് സൈൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എർത്ത് സൈൻ എന്ന് പറഞ്ഞാൽ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണ്. കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. അവരെന്തെങ്കിലും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവർ ലൈക്ക് അതിന് ഫുൾ ഡെഡിക്കേഷനോടെ ചെയ്യും, അതിന് ഹാർഡ് വർക്ക് ചെയ്യും. അവർ ഫുള്ളി കമ്മിറ്റഡ് ആയിട്ടുള്ള, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളാണെന്ന് പറയാം. ഓക്കെ, അവർക്ക് അങ്ങനെ അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. ആൻഡ് ഇവിടെ ഫയർ സൈൻ പറയുമ്പോൾ, ഫയർ സൈൻ പക്ഷെ എന്താണെന്ന് വെച്ചാൽ വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ അവർക്ക് അവരുടെ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളാവാം, ചിലപ്പോൾ നിങ്ങളാവാം ഫയർ സൈൻ, അവരാവാം ഫയർ സൈൻ. ഓക്കെ, അതിൻ്റെ ഒരു നിങ്ങൾ തമ്മിൽ അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ സമയത്തൊക്കെ ലേശം വാക്ക് തർക്കങ്ങൾ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടാവും. ഓക്കെ, പക്ഷെ വളരെയധികം പാഷനേറ്റ് ആയിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന വ്യക്തികളായിരിക്കും എന്ന് പറയാം. എനിവേ, അങ്ങനത്തെ ഈ സയൻസ് നിങ്ങൾ ഏതെങ്കിലും പെടുമെന്ന് നിങ്ങൾക്ക് നോക്കാം. അഗെയിൻ ഞാൻ പറഞ്ഞ അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ മാറി നിൽക്കുന്നുണ്ടെങ്കിലും സ്പൈ ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ നോക്കുന്നുണ്ട്, നിങ്ങൾ ഓൺലൈൻ വരുന്നുണ്ടോ, പോകുന്നുണ്ടോ, നിങ്ങളുടെ ലൈഫിൽ എന്താ നടക്കുന്നതൊക്കെ അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നിങ്ങളോട് പറയുന്ന അഡ്വൈസ് ലെറ്റ് ഗോ എന്ന് പറയുന്നുണ്ട്. മേ ബി നിങ്ങൾ ഓൾറെഡി ലെറ്റ് ഗോ ചെയ്ത് കാണാം. ഓക്കെ, നമ്മുടെ ഐ തിങ്ക് ഗൈഡൻസിലും കുറച്ച് അങ്ങനെയാണെന്ന് വന്നത്. നിങ്ങൾ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ചില നുണ പറയുക, അങ്ങനത്തെ പല കാര്യങ്ങൾ നടന്നു കാണും. എന്ന് വെച്ചാൽ അവർ വേണം വെച്ച് ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കേണ്ടെന്ന് വെച്ച് പറഞ്ഞതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ അവർ മറച്ചിട്ടുണ്ട്. മേ ബി അവർ ഫീലിങ്സ് തുറന്ന് പറയുന്നില്ല, അങ്ങനെയാവാം. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും വേറെ സിറ്റുവേഷൻസിനെ കുറിച്ച് അവർ നിങ്ങളോട് ചിലപ്പോൾ എന്തെങ്കിലും തുറന്ന് സംസാരിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല, നുണകൾ പറഞ്ഞു കാണാം. സോ ഐ തിങ്ക് അവിടെ എന്തോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഡൗട്ട് തോന്നുന്നുണ്ടാവും, ഈ പേഴ്സൺ എന്തോ മറക്കുന്നുണ്ട്, എന്തോ ശരിയല്ല, അവരെന്തൊക്കെയോ കള്ളത്തരം, ആ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് കാണാം, ചിലപ്പോൾ നിങ്ങൾ ചോദിച്ച് കാണാം. അപ്പോൾ ഇവിടെ എനിക്ക് ലെറ്റ് ഗോ കാണുന്നത് നിങ്ങളോട്, മേ ബി നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് കാണാം. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ മടുത്തിട്ടുണ്ടാവും, എന്നിട്ട് ഈ പേഴ്സണോട് പറഞ്ഞു മടുത്തു, അവർ ഒരു സ്വഭാവങ്ങൾ മാറ്റാൻ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളോട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾ പറഞ്ഞു കാണാം, പക്ഷെ അത് അവർ ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഐ തിങ്ക് മടുത്തിട്ട് മേ ബി നിങ്ങളായിരിക്കാം ലെറ്റ് ഗോ ചെയ്ത്. അവർ വോക്ക് അവേ ചെയ്താലും ശരി, നിങ്ങൾ വോക്ക് അവേ ചെയ്താലും ശരി, നമ്മൾ 8 of Cups നേരത്തെ പറഞ്ഞു, നിങ്ങളായിരിക്കും ചിലപ്പോൾ വോക്ക് അവേ ചെയ്ത്, അല്ലേ? ഐ തിങ്ക് അങ്ങനെ ലെറ്റ് ഗോ ചെയ്യുമ്പോൾ പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വളരാനുള്ള ഒരു അവസരമാണ്. ഓക്കെ, ഒരു ഗ്രോത്തിനുള്ള ഒരു സമയമാണിത്. മനസ്സിലാക്കാനുള്ള സമയമാണ്. രണ്ടുപേർക്കും ഐ തിങ്ക് കുറച്ചൊരു ക്ലാരിറ്റി കിട്ടുന്ന സമയമായിട്ട് എടുക്കാം. അപ്പോൾ ഈ ലെറ്റിംഗ് ഗോ ഇപ്പോൾ ഇവിടെ ആവശ്യമായിരുന്നു, പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടി എന്നാണ് പറയുന്നത്. എന്തെങ്കിലും എൻഡ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, ഐ തിങ്ക് ഇന്നലെയും ഞാൻ ഐ തിങ്ക് എനർജിയിൽ പറഞ്ഞു, നിങ്ങൾ ബ്രേക്കപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്, യൂണിവേഴ്സ് അത് ചെയ്തതാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേറ്റ് ആക്കി നിർത്തിയിരിക്കുകയാണ്, കാരണം ചില കാര്യങ്ങൾ ക്ലാരിറ്റി അവിടെ വരാനുണ്ട്. കമ്മ്യൂണിക്കേഷൻ വരും പേഴ്സൻ്റെ ഭാഗത്തു നിന്ന്. ആൻഡ് ഇൻറ്റിമസി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ മീറ്റിംഗ് പ്രതീക്ഷിക്കാം, ഇൻറ്റിമസി പ്രതീക്ഷിക്കാം. ഓക്കെ, കോംപ്രമൈസ് വരും, ഫോർഗീവ്, വർക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, നിങ്ങൾ പേഴ്സൺ വരും, റീച്ച് ഔട്ട് ചെയ്യും. അവർ തെറ്റ് അവർ സമ്മതിക്കും. ഇപ്പം നോണ പറഞ്ഞതോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് മറച്ചതോ കാര്യങ്ങൾ അവർ തുറന്ന് പറയാനും ഒരു മാപ്പ് ചോദിക്കാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ വരും പേഴ്സൻ്റെ ഭാഗത്തുനിന്ന്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മൾ ഇതൊരു ഇന്ന് വാലന്റൈൻസ് ഡേ എന്നെ ആവണം എന്നില്ല. ഓക്കെ, ഈ വരുന്ന കുറച്ച് ദിവസത്തിൽ നിങ്ങൾ തമ്മിൽ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അങ്ങനെ സെപ്പറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ചേസ് ചെയ്ത് പോകാതിരിക്കുക. നിങ്ങൾക്കുള്ള അഡ്വൈസ് പ്ലീസ് ലെറ്റ് ഗോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം സ്പേസ് വെക്കുക. നിങ്ങളും അവരും തമ്മിൽ ഒന്നും സംസാരിക്കാൻ പോകാതിരിക്കുക, ഒന്നും പറയാതിരിക്കുക, ഒന്നും കംപ്ലൈൻറ്റ് പറയാതിരിക്കുക, കുറ്റങ്ങൾ പറയാതിരിക്കുക. നിങ്ങളുടെ കാര്യം നോക്കിയിരിക്കുക. ഓക്കെ, നമുക്ക് കുറച്ച് അഡ്വൈസ് കൂടി എടുക്കാം. ഒറക്കിൾ
പാസ്റ്റ് സഫറിങ്. ഓക്കെ, ഇവിടെ കാണുന്നത് പാസ്റ്റ് സഫറിങ്ങിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾ തമ്മിൽ മുൻപ് പാസ്റ്റിൽ ഓക്കെ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കാണാം. ലയർന്ന് കണ്ടു, ഇവിടെ പാസ്റ്റ് സഫറിങ്, ബിട്രയൽ എന്നൊക്കെ ഉണ്ട്. ഓക്കെ, ലാക്ക്, ബിട്രയൽ. ഓക്കെ, നിങ്ങൾ മേ ബി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും അവർ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എന്തെങ്കിലും ചീറ്റ് ചെയ്ത കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല തോന്നുന്നു. മേ ബി നിങ്ങൾ തമ്മിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും. ഓക്കെ, മേ ബി നിങ്ങൾക്ക് പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്കും നിങ്ങളെ ചിലപ്പോൾ ട്രസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. അതായത് രണ്ടുപേരുടെയും പാസ്റ്റിൻ്റെ ചില കാര്യങ്ങളാണ് നിങ്ങൾ അങ്ങനെ ട്രിഗർ ചെയ്യുന്നത്. ഓക്കെ, കൺട്രോൾ, സബോട്ടാജ്. നിങ്ങളുടെ പേഴ്സൺ അറിയാം, അവർ ശരിക്കും ഈ സിറ്റുവേഷൻ അവർ തന്നെ കേടുവരുത്തിയതാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ഐ തിങ്ക് അവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, നിങ്ങളെ അവരെ കൺട്രോളിൽ നിർത്താൻ ശ്രമിച്ചതാണ്. അവർക്ക് എങ്ങനെ വേണോ അങ്ങനെ അവർ കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചതാണ്. പക്ഷേ ഐ തിങ്ക് അവർക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് അവരുടെ തെറ്റുകൾ. യൂണിയൻ, സോൾമേറ്റ് എനർജി, 2 of Cups എനർജി. ഓക്കെ, യെസ്, വെരി 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 ബ്യൂട്ടിഫുൾ. നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും ഒരു റിയൂണിയൻ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷൻ നിങ്ങൾ കാണണ്ട, അതിന് നോക്കണ്ട, നിങ്ങൾ വറി ചെയ്യണ്ട. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇത് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു യൂണിയൻ എനർജി ഇവിടെ ഉണ്ട്. ക്ലെയിം ചെയ്യാം നിങ്ങൾ. ഓക്കെ, വാവ്. പ്രസന്റ്. ഓക്കെ, അട്രാക്ടിങ്, ഗ്രാറ്റിറ്റ്യൂഡ്, അബണ്ടൻസ്, പ്രൊആക്ടിവിറ്റി. ഓക്കെ, നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ തൽക്കാലം ഇപ്പോഴത്തെ മൊമെന്റിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. പേഴ്സണിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒരു നെഗറ്റീവ് ആലോചിച്ച് കൂട്ടണ്ട. ചില പോസിറ്റീവ്സും ഉണ്ട് അവരുള്ളിൽ, അല്ലേ? എല്ലാം നെഗറ്റീവ് അല്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം ഇവിടെ അത്രയും സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായാലും ഇത് ലൈക്ക് ഒരു കാർമിക്സ് അല്ല. ഓക്കെ, കാർമിക് അല്ല നിങ്ങളുടെ. ഓക്കെ, സോൾമേറ്റ് ആണ് എന്നുള്ള കൺഫർമേഷൻ ഉണ്ട്. സോ തൽക്കാലം എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ അവരെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഓക്കെ ഒന്ന് ഫൊർഗീവ് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഇപ്പോഴത്തെ മൊമെന്റ് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ തൽക്കാലം എൻജോയ് ചെയ്ത് നടക്കാം. ഓക്കെ, അവർ വന്നോളും, അവർ റിയലൈസ് ചെയ്ത് വരട്ടെ. ഫുൾഫിൽമെന്റ്, യെസ്, വിഷ് ഫുൾഫിൽമെന്റ്. നിങ്ങൾ തമ്മിലുള്ള നിങ്ങൾക്ക് ആഗ്രഹം നടക്കും. നിങ്ങളുടെ ആഗ്രഹം പോലെ ഈ പേഴ്സൺ മാറ്റം വന്ന് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരും അവർ. ഓക്കെ, നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നടക്കും. ലോസ്, വൂണ്ടഡ്. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാൻ എന്തായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർക്ക് ആക്ച്വലി യെസ് ഇത് പേഴ്സൻ്റെ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഐ തിങ്ക് ഈ പ്രസന്റിൽ എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കുന്നത്. നിങ്ങൾ വളരെ പോസിറ്റീവാണ് ഇത്തവണ. നിങ്ങളുടെ പേഴ്സൺ ആണ് ഈ ഫുൾ മൂൺ എഫക്ട് ചെയ്ത് കാണാം. ഓക്കെ, പേഴ്സണിനെ എഫക്ട് ചെയ്ത് കാണും. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർ പാസ്റ്റിൻ്റെ കാര്യങ്ങൾ അവർ ഓർക്കുന്നുണ്ട്. അവർ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ഓക്കെ, അവർക്ക് ആ വിഷമമുണ്ട്. നിങ്ങളാണ് വിട്ടുപോയതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആക്ച്വലി ദറ്റ് നിങ്ങൾ അവരെ വിട്ടുപോയി എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ടാവും. കുറച്ച് കാർഡ്സ് കൂടെ എടുക്കാം. സൺ, അട്രാക്ട്, റിസീവ്, യെസ് മതി അല്ലേ? ഓക്കെ, മാർസ്, ഹോട്ട്, ഫാമിലി. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഭാഗത്ത് എന്ന് പറയുമ്പോൾ സോറി ഐ മീൻ നിങ്ങളുടെ സിറ്റുവേഷനിൽ സ്ട്രെങ്ത് നിങ്ങളോട് പറയുന്ന കുറച്ച് സ്ട്രെങ്ത് വെച്ച് പിടിച്ച് നിൽക്കുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹാപ്പിനെസ് വരും എന്ന രീതിയിലാണ്. നിങ്ങളുടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ബെറ്റർ ആയിട്ട് വരും, ഹാപ്പിനെസ് വരും എന്ന രീതിക്കാണ്. നിങ്ങൾ തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്, പാഷൻ ഉണ്ട്. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റിയൂണിയൻ തീർച്ചയായിട്ടും പോസിബിൾ ആണ്. ഓക്കെ, ഫീലിംഗ് ഡ്രോൺ ടു, അവർക്കും നിങ്ങളോട് അട്രാക്ട് ആവുന്നുണ്ട്. അവർക്ക് നിങ്ങളെ വിട്ട് നിൽക്കാനൊന്നും സാധിക്കില്ല, അവർ തിരിച്ച് വരും. ഓക്കെ, ആൻഡ് റിസീവ്, ഓപ്പൺ. നിങ്ങൾ ആക്ച്വലി ബ്ലെസ്സിങ് ഈ വിഷ് നടക്കും എന്ന രീതി അതിൻ്റെ മേലെയാണ് റിസീവ് വന്നത്. നിങ്ങളുടെ വിഷ് നടക്കും. ഓക്കെ, നിങ്ങൾ പക്ഷെ ഓപ്പൺ ആയിട്ടിരിക്കണം. അതെങ്ങനെയാണ് നിങ്ങൾ ഓപ്പൺ ആയിട്ടിരിക്കുക? നിങ്ങൾ ലൈക്ക് പേഴ്സണിനെ കുറിച്ച് നെഗറ്റീവ് കൂടുതൽ ചിന്തിക്കാതിരിക്കുക. അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. കാര്യങ്ങൾ കാരണം നിങ്ങൾ കൊടുത്ത സ്നേഹം സത്യമാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എപ്പോഴും. ഓക്കെ, നിങ്ങൾ അവിടുന്ന് തിരിച്ചൊന്നും ഇപ്പോൾ പ്രതീക്ഷിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, ഹാപ്പി ആയിട്ട് നിങ്ങളിരിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ലൈഫിൽ എന്താണോ ഉള്ളത് അതിനൊക്കെ നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്ലെസ്സിങ് വരും എന്നാണ് കാണുന്നത്. ബി ഓപ്പൺ ടു റിസീവിങ്. ഓക്കെ, നിങ്ങളോട് റെഡി ആയിട്ട് ഇരിക്കാനാണ് പറയുന്നത്. വിഷ് നിങ്ങളുടെ നടത്തി തരും യൂണിവേഴ്സ്. തീർച്ചയായിട്ടും യൂണിയൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം നമുക്ക്. യൂണിയൻ എന്ത് തന്നെയായാലും. ഓക്കെ, ഡിസിഷൻസ്, പ്രപ്പോസൽ, ഇൻറ്റഗ്രേഷൻ ഓഫ് ഇൻ ആൻഡ് യാങ് എനർജീസ്. ഓക്കെ, വളരെ പോസിറ്റീവ് കാർഡാണ്. ഓക്കെ, ഐ തിങ്ക് ഐ വോണ്ട് ടു ഷോ ദിസ്. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ വളരെ സ്ട്രോങ് കണക്ഷനാണ്. ഡൗട്ട് ചെയ്യേണ്ട അതിനെ. ഓക്കെ, ചെറിയ ടെമ്പററി സിറ്റുവേഷൻസ് വരും പോവും അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ? അത് നിങ്ങളെ കൂടുതൽ ബെറ്റർ ആക്കുകയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ സിറ്റുവേഷൻ കൂടുതൽ ബെറ്റർ ആക്കുകയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ വളരെ പോസിറ്റീവ് റീഡിങ് നമുക്ക് ഇന്നത്തെ ക്ലെയിം ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു ദിവസം ആവട്ടെ. നന്ദി, നമസ്കാരം.